അശുദ്ധനിൽ നിന്ന് ജനിച്ച വിശുദ്ധൻ ഉണ്ടോ? ഒരുത്തനുമില്ല. അവന്റെ ജീവകാലത്തിന് അവധി ഉണ്ടല്ലോ. അവന്റെ മാസങ്ങളുടെ എണ്ണം നിന്റെ പക്കൽ. അവന് ലംഘിച്ചുകൂടാത്ത അതിർ നീ വെച്ചിരിക്കുന്നു. അവൻ ഒരു കൂലിക്കാരനെ പോലെ വിശ്രമിച്ച് തൻ്റെ ദിവസത്തിൽ തൃപ്തിപ്പെടേണ്ടതിന് നിന്റെ നോട്ടം അവങ്കിൽ നിന്ന് മാറ്റിക്കൊള്ളണമേ. ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും. അത് ഇളം കൊമ്പുകൾ വിടാതിരിക്കുകയില്ല. അതിൻ്റെ വേർ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് കിളിർക്കും. ഒരു തൈ പോലെ തളിർവിടും. പുരുഷനോ മരിച്ചാൽ ദ്രവിച്ചു പോകുന്നു. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെ? യോബിൻ്റെ പുസ്തകം 14 അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യൻ പ്രാണനെ വിട്ടാൽ പിന്നെ അവൻ എവിടെയാണ്? നാം ഓരോരുത്തരുടെയും മരണശേഷം നാം ചെന്ന് ചേരേണ്ട സ്ഥലം നിത്യതയാണ്, അഥവാ സ്വർഗമാണ്. അവിടെ എത്തണമെങ്കിൽ നിസ്തുലനായ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ച് ആത്മരക്ഷ ഉറപ്പാക്കിയാൽ നിശ്ചയമായും മരണശേഷം നിത്യതയിൽ സ്വർഗത്തിൽ എത്തുവാൻ സാധിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.